ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം കുറേ നാൾക്ക് ശേഷമാണ്, കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് എൻ്റെ രണ്ടാമത്തെ ഒരു വീഡിയോ, ഒരു ലോങ് വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം എനിക്കൊരു തീരുമാനം ഉണ്ടായിരുന്നു, എൻ്റെ രണ്ടാമത്തെ വീഡിയോ എന്തായാലും ഞാൻ ഇനിയും ജർമ്മനിയിൽ ചെന്നിട്ടേ ഞാൻ ഇനി ചെയ്യുന്നുള്ളതെന്ന് വിചാരിച്ചായിരുന്നു. കാരണം ആദ്യമത്തെ വീഡിയോ ഇട്ടപ്പോൾ തന്നെ കുറച്ച് ആൾക്കാരോട് ചോദിച്ചായിരുന്നു, നീ എന്താ ജർമ്മനി പോകുന്നില്ലേ എന്നുള്ള രീതിയിൽ ചോദിച്ചായിരുന്നു. അപ്പം ദൈവം സഹായിച്ച് ഞാനിപ്പം ജർമ്മനിയിലാണ്. ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും ഇന്നത്തെ വീഡിയോ അത്യാവശ്യം എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്തൊക്കെ നമ്മൾ ജർമ്മനിയിൽ അല്ലെങ്കിൽ വേറൊരു കൺട്രിയിൽ പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകണം, എന്തൊക്കെയാണ് അതിന് വേണ്ടത്, അതൊക്കെയാണ് ഞാൻ ഇന്ന് എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞാനിവിടെ പഠിക്കുന്നത് ഹോട്ടൽ മാനേജ്മെൻ്റ് ആണ്. ഞാൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് ഹൗസ് ബിൽഡിംഗ് എടുത്തത്. 3 വർഷത്തെ കോഴ്സാണ്. കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. എന്തെങ്കിലും ഹോട്ടൽ മാനേജ്മെൻറ്റിനെ പറ്റി ഞാൻ അധികം ഹൗസ് ബിൽഡിങ്ങിൻ്റെ വീഡിയോസൊന്നും കണ്ടില്ല. അപ്പം എനിക്ക് അങ്ങനെ ഒരു പ്ലാനുണ്ട്. അപ്പം ഞാൻ അതിനെപ്പറ്റിയൊക്കെ വേറൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പിന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ഞാൻ വളരെ പെട്ടെന്നായിരുന്നു ഇരിക്കുന്ന ഇരിപ്പിനൊക്കെ വരിക എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെയായിരുന്നു എൻ്റെ കാര്യം. വിസ കിട്ടിക്കഴിഞ്ഞ് 1-2 ദിവസത്തിനുള്ളിൽ എനിക്ക് കയറി പോകേണ്ടി വന്നു. കാരണം ഞങ്ങൾക്കിവിടെ ഓൾറെഡി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പം കയറി പോകാതിരിക്കാൻ പറ്റത്തില്ല, വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. എൻ്റെ ക്ലാസ് സെപ്റ്റംബറിൽ തുടങ്ങി. ഞാൻ പക്ഷേ സെപ്റ്റംബർ 1 തുടങ്ങി. പക്ഷേ ഞാൻ നാട്ടിൽ നിന്ന് കയറിയത് സെപ്റ്റംബർ 19 അപ്പം ഒരുപാട് താമസിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ വിസ കിട്ടിയപ്പോൾ തന്നെ കയറി വരുമായിരുന്നു ചെയ്തത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഇപ്പം കുഴപ്പമില്ല, ഉള്ളത് വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നു. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. എന്തൊക്കെയാണ് നമ്മൾ ജർമ്മനിയിലോട്ട് വരുമ്പോൾ കൊണ്ടുവരേണ്ടത്? അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മളിപ്പം ആദ്യമേ നോക്കേണ്ടത് നമ്മൾ ഏത് സീസണിലാണ് പോകുന്നതെന്ന് നോക്കണം. ഞാനിപ്പോൾ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ വിൻ്റർ സ്റ്റാർട്ടിങ്ങിലാണ് ഞാൻ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ ഒക്ടോബർ ഇൻടേക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഒക്ടോബർ ഇൻടേക്കിൽ വരുന്നവരൊക്കെ വിൻ്ററിന് പറ്റിയ സാധനങ്ങളൊക്കെ കൊണ്ടുവരണം. എല്ലാവരും പറയും ഇവിടെ വന്നിട്ട് മേടിക്കാം എന്നൊക്കെ പറയും. ചിലപ്പോൾ നമുക്ക് നമ്മുടെ സാഹചര്യം അങ്ങനെ വന്നെന്ന് വരത്തില്ല. കാരണം നമ്മൾ ഇവിടെ ആയിട്ടൊന്ന് അഡ്ജസ്റ്റ് ആവാൻ കുറച്ച് ദിവസവും ചിലപ്പോൾ 1-2 ആഴ്ചയൊക്കെ എടുത്തെന്നിരിക്കും. അപ്പോൾ അതുവരെ നമ്മൾ വിൻ്ററിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം. അത്യാവശ്യം ഒരു ക്വാളിറ്റി ഉള്ള, എന്നാൽ ഒരുപാട് വിലയില്ലാത്ത ഒരു ജാക്കറ്റും തെർമൽ വിയേഴ്സ് എന്തായാലും കൊണ്ടുവരണം. തെർമൽ വിയേഴ്സ് ഇല്ലാതെ ഇവിടെ പറ്റത്തില്ല. അതായത് വിൻ്ററിൽ തീരെയും പറ്റത്തില്ല. തെർമൽ വിയേഴ്സ്, സോക്സ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്തായാലും കൊണ്ടുവരണം. പിന്നെ നമ്മുടെ സ്കിൻ കെയർ ഐറ്റംസ് എന്തായാലും ഒരുപാട് കൊണ്ടുവരണം. ഫോർ എക്സാമ്പിൾ, ഈ കയ്യിലും നമ്മൾ ഈ തണുപ്പ് സമയമാകുമ്പോൾ നമ്മുടെ കൈയും കാലും ഒക്കെ ആണെങ്കിൽ വിണ്ട് കീറുക, അങ്ങനെ പിന്നെ പൊരിഞ്ഞിളകുക, അങ്ങനെയൊക്കെയുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലും ഇപ്പോൾ ഉണ്ട്, അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പം അതിന് വേണ്ടി മോയ്സ്ചറൈസർ, വാസലൈനൊക്കെ ഒരുപാട് നല്ലതായിരിക്കും വാസലൈനൊക്കെ കൊണ്ടുവരുന്നത്. അപ്പം അങ്ങനെയുള്ള സ്കിൻ കെയർ ഐറ്റംസ്, മുഖത്ത് തന്നെ വിണ്ട് കീറലും, പിന്നെ നമ്മൾ വേറൊരു കാലാവസ്ഥയിൽ നിന്നല്ല ഇങ്ങോട്ട് വന്നത്. അപ്പം പിമ്പിൾസൊക്കെ വരാനുള്ള നല്ല ചാൻസ് ഉണ്ട്. എനിക്കിങ്ങനെ വന്നു തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പം എന്താണ്, സ്കിൻ കെയർ ഐറ്റംസൊക്കെ കൊണ്ടുവരിക. മാക്സിമം മോയ്സ്ചറൈസറും കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക. പിന്നെന്താ, ലിപ് ബാം എന്തായാലും വേണം. ലിപ് ബാമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അരമണിക്കൂർ പോലും നിൽക്കത്തില്ല. അരമണിക്കൂറൊന്നും വേണ്ട, അതിന് മുന്നേ അതങ്ങ് പോകും. അതിൻ്റെയൊക്കെ എന്താ പറയുന്നത്, അതിൻ്റെയൊക്കെ ഒരു എഫക്റ്റൊക്കെ പോകും. പിന്നെന്താ, തുടക്ക സമയമായതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡിന് കുറച്ച് ബുദ്ധിമുട്ട് കാണും. അപ്പോൾ നമ്മൾ റെഡി ടു മേക്ക് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, മാഗി, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, പിസ്ത പാസ്ത, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ മിച്ചർ, ബിസ്ക്കറ്റ്, ചിപ്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മളിവിടെ ആയിട്ട് അഡ്ജസ്റ്റ് ആവാൻ സമയം എടുക്കുമല്ലോ. അപ്പോഴത്തേക്കും നമുക്ക് വിശക്കുമല്ലോ, കഴിക്കണമല്ലോ എന്തെങ്കിലുമൊക്കെ. ഇവിടെ നിന്ന് മേടിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ക്യാഷ് കൊടുത്ത് കഴിക്കാനാണെങ്കിൽ. പിന്നെ എനിക്ക് ഇവിടെ ആദ്യമേ വന്നപ്പം ഫുഡ് പഠിക്കാൻ നല്ല സമയമെടുത്തു, ഇവിടുത്തെ ഫുഡ് ഐറ്റംസൊക്കെ. കാരണം നമ്മൾ നാട്ടിൽ നിന്ന് നല്ല സ്പൈസി ആയിട്ട് ഓരോന്നൊക്കെ തിന്നിട്ട് വരുന്നത്, ഇവിടെ ഉപ്പും പുളിയും അങ്ങനെയൊക്കെ വളരെ കുറച്ചാണ് ഇവരെയൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഫുഡ് മേടിച്ച് കഴിക്കാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ
ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കൊണ്ടുവരാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ എനിക്കൊരു അമളി പറ്റി സ്പൈസസിൻ്റെ കാര്യത്തിൽ. കാരണം ഞാൻ വീട്ടിൽ നിന്ന് എല്ലാം ഒരു അര കിലോ വെച്ചെങ്ങാണ്ട് കൊണ്ടുവന്നായിരുന്നു. മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെയൊക്കെയുള്ള ഐറ്റംസൊക്കെ. പക്ഷേ സംഭവിച്ചു പോയത് എന്താണെന്ന് വെച്ചാൽ ഈ പൊടി കാര്യങ്ങളൊക്കെ ഞാനല്ല, എൻ്റെ വീട്ടിൽ ആരോ ആണ് എൻ്റെ ഹാൻഡ് ബാഗിൽ എടുത്തിട്ടു. ഒരു കിറ്റിലാക്കി, എല്ലാം കൂടെ ഒരു കിറ്റിലാക്കി എൻ്റെ ഹാൻഡ് ബാഗിലാക്കി ഇട്ടിരുന്നു. പക്ഷേ ഇത് ഹാൻഡ് ബാഗിൽ ഇടാൻ പറ്റത്തില്ല. കാരണം എന്തൊക്കെയോ സെക്യൂരിറ്റി ഇഷ്യൂസ് കാരണം ഇതൊന്നും ഇടാൻ പറ്റത്തില്ല. പിന്നെ എന്താണ്, അതുകൊണ്ട് അവരത് മേടിച്ച് വെച്ചു. എനിക്കത് തിരിച്ച് കിട്ടിയില്ല. സ്പൈസസിന് ഇവിടെ നല്ല വിലയാണ്. പിന്നെ അവസാനം ഞാൻ ഈ പൊടി ഐറ്റംസ് കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ വേറൊരു ഫ്രണ്ട് കൂടെ ഉണ്ട്, അക്സ. അവളോട് ഞാൻ പറഞ്ഞിരുന്നു, എന്തിനാ കൊണ്ടുവരുന്നേ, ഞാൻ കൊണ്ടുവരുന്നുണ്ട്, വെറുതെ എന്തിനാ വെയിറ്റ് കൂട്ടണ്ട എന്ന് കരുതി ഞാൻ അവളോട് പറഞ്ഞായിരുന്നു കൊണ്ടുവരണ്ടെന്ന്. അവസാനം വലിച്ചു എന്ന് തന്നെ പറയാം. അവസാനം പിന്നെ ഞങ്ങൾ ഇവിടെ തന്നെ സൂപ്പർ മാർക്കറ്റിൽ പോയി മേടിക്കേണ്ടി വന്നു. അത് തന്നെ 400 ഗ്രാമിന് എന്തോ എത്ര, 3 യൂറോ, 2 യൂറോ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ റേറ്റ്. നല്ല വിലയാണ്. സോ ഗൈസ്, നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ സ്പൈസസ് അങ്ങനെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഒരുപാട് കൊണ്ടുവരാൻ കോൺസെൻട്രേറ്റ് ചെയ്യുക. പിന്നെ സ്കിൻ കെയർ പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്തായാലും അത്യാവശ്യമാണ്. പിന്നെ ക്ലോത്തിങ്സ്, തെർമൽസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. വിൻ്റർ പ്രിവെൻറ്റ് ചെയ്യാനുള്ള എല്ലാം കൊണ്ടുവന്നു. നിങ്ങൾക്ക് എന്തൊക്കെ, പിന്നെ ഷൂസ് കേട്ടോ, ഷൂസ് ഒരു 2 ജോഡി കൊണ്ടുവരുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ വേറെ സംഭവം ഉണ്ടല്ലോ, വേറൊരു തെർമൽ വാർമറോ അങ്ങനെ എന്തോ ഉണ്ട്. അതായത് നമ്മൾ എന്തോ ഒരു ടിഷ്യൂ പോലത്തെ ഒരു പൗച്ച്, അതിനകത്ത് അത് നമ്മൾ എന്താണ്, നമ്മുടെ ഹാൻഡ് ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് അതിനുള്ളിൽ വെക്കുമ്പോൾ നമുക്ക് അതിനൊരു ചൂട് പോലെ തോന്നും. അത് വളരെ നല്ലതായിരിക്കും കൊണ്ടുവരുന്നത്. കുട അത്യാവശ്യമാണ് ഇവിടെ. ഒരു അത്യാവശ്യം ആരോഗ്യമുള്ള കുടം വേണം കേട്ടോ. നല്ല ഇച്ചിരി എന്താ പറയുക, ഇച്ചിരി സ്ട്രോങ് ആയിട്ടുള്ള കുട, നല്ല വിൻഡും ഒക്കെ ഉള്ളതാണ്. സോ ഇച്ചിരി സ്ട്രോങ് ആയിട്ടുള്ളൊരു കുട മേടിക്കണം. പിന്നെ അത്യാവശ്യം പാത്രങ്ങളൊക്കെ എന്തെങ്കിലും ദോശത്തവ പോലത്തെയോ പാനോ, പിന്നെന്താ ചായ ഇടാനായിട്ടുള്ളത്, പിന്നെ 2-3 സ്പൂണ്, ഒരു തവി, ഇളക്കുന്ന ചട്ടകം പോലോ അങ്ങനെ എന്തെങ്കിലും ഉള്ള ഐറ്റംസ്. അതൊക്കെ നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് നിങ്ങൾക്ക് ബെറ്ററായിട്ട് തോന്നുന്ന എന്തൊക്കെയായിരിക്കും, നിങ്ങൾ വെക്കുന്ന സാധനങ്ങൾക്കനുസരിച്ച് അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുവരിക. ഒരുപാടൊന്നും കൊണ്ടുവരണം, കാരണം ഇവിടെ പാത്രങ്ങൾക്കൊക്കെ റേറ്റ് കുറവാണ്. ഒരുപാടൊന്നും കെട്ടിപ്പറക്കി കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അത്യാവശ്യം, അതായത് ഈ വരുന്ന ഒരു ഇതുണ്ടല്ലോ, വരുന്ന സമയത്തേക്ക് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നാൽ മതി. ബാക്കിയെല്ലാം നമുക്ക് ഇവിടുന്ന് സെറ്റാക്കാം. പിന്നെയുള്ള മെയിൻ സാധനമാണ് അഡാപ്റ്റർ. നമ്മുടെ നാട്ടിലത്തെ ചാർജിങ് കേബിളെന്നല്ല, ഒരു സംഭവത്തിൻ്റെയും കേബിളുണ്ടല്ലോ, അത് ഇവിടുത്തെ അഡാപ്റ്ററുമായിട്ട് സ്യൂട്ട് ആകത്തില്ല. സോ നമ്മൾ യൂണിവേഴ്സൽ അഡാപ്റ്റർ നമ്മൾ നാട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരണം. അല്ലെങ്കിൽ ഫോണിൽ ചാർജ് കയറത്തില്ല, മെഷീൻസ് നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഒന്നും തന്നെ വർക്കാകത്തില്ല. അല്ലെങ്കിൽ ഇവിടെ കിട്ടുമോയെന്ന് എനിക്ക് അറിയത്തില്ല, ചിലപ്പോൾ കിട്ടുമായിരിക്കും. പക്ഷെ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. കാരണം ഇവിടെ വന്ന് സെറ്റായി ഇതൊക്കെ പോയി മേടിക്കുക, എടുക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇതൊക്കെ കൊണ്ടുവരിക. പിന്നെ ടിക്കറ്റ് എടുക്കുമ്പോൾ അതിനകത്ത് ഓൾറെഡി പറയുന്നുണ്ടായിരിക്കും എത്ര കിലോസ് നമുക്ക് അലൗഡ് ആണെന്ന് പറയുന്നുണ്ടായിരിക്കും. നമ്മൾ അതിനനുസരിച്ച് മാത്രം സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുക. അവിടെ ചെന്നിട്ട് വെയിറ്റ് കൂടുതലാണെങ്കിൽ അത് ഭയങ്കര സീനായിരിക്കും. സോ ഗൈസ്, നിങ്ങൾ സാധനങ്ങളൊക്കെ തൂക്കിയെടുത്തിട്ട് എല്ലാം പാക്ക് ചെയ്ത് വെക്കുക. ഗേൾസ് ആണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഗേളി ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അതായത് പാഡ്, മെൻസ്ട്രൽ കപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുക. പിന്നെ മെഡിസിൻസ് എന്തായാലും എടുക്കണം. അത് ഗേൾസ് ബോയ്സ് അങ്ങനെയൊന്നുമില്ല, എല്ലാവരും മെഡിസിൻസ് എടുക്കണം. വയറിളക്കം, പനി, ചുമ, ഛർദിൽ അങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും. പിന്നെ നിങ്ങൾക്ക് പ്രത്യേകം അസുഖങ്ങൾക്ക് നിങ്ങൾ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മരുന്ന് കൊണ്ടുവരണം. എടുക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, എല്ലാത്തിൻ്റെയും പ്രിസ്ക്രിപ്ഷൻ വേണം. പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഇങ്ങോട്ട് വരണ്ട. എപ്പോഴൊന്നും ചോദിക്കത്തില്ല, ചിലപ്പോൾ അങ്ങനെ ചോദിച്ചാൽ അത് ആവശ്യമാണ്. കാരണം ഡ്രഗ്സ് പോലൊക്കെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, അപ്പം അതൊക്കെ എന്തൊക്കെയോ ഇഷ്യൂസൊക്കെ ഉണ്ട്. സോ ഗൈസ്, നിങ്ങൾ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മരുന്ന് കൊണ്ടുവരരുത്. പിന്നെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, ഇവിടെ നമ്മുടെ നാട്ടിലെ കൂട്ട് എപ്പോഴും അപ്പോയിൻമെൻറ്റ് പെട്ടെന്ന് കിട്ടത്തില്ല ഹോസ്പിറ്റലിലൊക്കെ. അപ്പോൾ നമുക്ക് നമ്മളുടെ ആരോഗ്യം നമ്മൾ തന്നെ മാക്സിമം നോക്കുക. നമ്മൾ
എന്താണ് ഹെൽത്തി ആയിട്ടിരിക്കാൻ മാക്സിമം നോക്കുക. അത്യാവശ്യം മരുന്നും കാര്യങ്ങളൊക്കെ നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരാൻ നോക്കുക. പിന്നെന്താ, പിന്നെ ബോയ്സ് ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ മുടി വെട്ടുന്നതിന് നല്ല ചാർജാണ്. 20 സംതിങ് യൂറോസൊക്കെയാണ്. സോ ഗൈസ്, നിങ്ങൾ തന്നെ മുടി വെട്ടാൻ പഠിക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും. ട്രിമ്മേഴ്സൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾ തന്നെ നാട്ടിൽ നിന്ന് കുറേയൊക്കെ പഠിച്ചുകൊണ്ടൊക്കെ വരണം. ട്രിമ്മേഴ്സ്, പിന്നെന്താണ് നിങ്ങളുടെ എസെൻഷ്യൽസ് ഷേവിങ് ക്രീം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നിങ്ങളുടെ, അതൊക്കെ കൊണ്ടുവരിക. ഗേൾസും അതുപോലെ തന്നെ ട്രിമ്മേഴ്സ്, ഷേവിങ്സ് ഐറ്റംസ് ഒക്കെ കൊണ്ടുവരിക. ഇലക്ട്രോണിക്സ് എന്ന് പറയാനായിട്ട് നിങ്ങൾ പവർ ബാങ്ക് കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. പിന്നെ ആവി പിടിക്കുന്ന മെഷീൻ ഉണ്ടല്ലോ, സ്റ്റീമറാണ്, ആ സംഭവം കൊണ്ടുവരുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമ്മളുടെ ഹെൽത്തിന് നല്ല ഇഷ്യൂസ് ഉണ്ടാകും. സോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പനിയൊക്കെ വരുമ്പം ആവിയൊക്കെ പിടിക്കാനായിട്ട് അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. പിന്നെ നിങ്ങൾ വരുമ്പോഴത്തേക്കും ഒരു 400 യൂറോ എങ്കിലും കയ്യിൽ കരുതുക. കാരണം ഇവിടെ വന്നിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കാറുണ്ട്. നമ്മുടെ അക്കൗണ്ട് എടുക്കുക, സിം കാർഡ് മേടിക്കുക, പിന്നെന്താ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ ചിലപ്പോൾ യാത്ര ചെയ്യേണ്ടി വരും, ബസ് കൂലി കൊടുക്കേണ്ടി വരും അല്ലേ. അപ്പം അതിനൊക്കെ ക്യാഷ് കരുതിയിരിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇവിടെ വന്നിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കേണ്ടി വരുമല്ലോ. ഒരു മാസത്തേക്ക് സാലറിയോ സ്റ്റൈപ്പൻഡോ കിട്ടുന്നവരേക്കും നമുക്ക് ഇവിടെ ഒന്ന് നിലനിൽക്കണ്ടേ. അപ്പം കുറച്ച് പൈസ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. പിന്നെന്താണ്, പിന്നെ ഈ ബസ്സിൻ്റെ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് സ്റ്റുഡൻസിന് 29 യൂറോസിൻ്റെ ഒരു കാർഡുണ്ട്, ടിക്കറ്റ് എടുക്കാൻ പറ്റും. അത് കിട്ടിക്കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. നമുക്ക് മന്ത്ലി 29 യൂറോസേ ആവത്തുള്ളൂ. അത് കൂടാതെ എനിക്ക് തോന്നുന്നു സ്റ്റുഡൻസിനല്ലാതെ എല്ലാവർക്കുമായിട്ട് 49 യൂറോസിൻ്റെ കാർഡുണ്ട്. അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. മാസം ഇത്ര യൂറോസേ അപ്പോൾ പിടിക്കത്തുള്ളൂ. അല്ലാതെ നമ്മൾ ഡെയിലി ഇങ്ങനെ ക്യാഷ് കൊടുക്കാനാണെങ്കിൽ 10, 100, 150 യൂറോസ് അങ്ങ് പോയി കിട്ടും ഒരു മാസത്തിൽ. അപ്പം ഇത് ഭയങ്കര ലാഭമുള്ള സംഭവമാണ്. സ്റ്റഡി എസെൻഷ്യൽസ് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് പേന, പെൻസിൽ, ബുക്ക്, അതൊക്കെ ഇവിടെ കിട്ടും. പക്ഷേ ചിലർക്ക് ഇതൊക്കെ ഉണ്ടല്ലോ, ചില കൺവീനിയൻസ് ഒക്കെ ഉണ്ടല്ലോ, എഴുതുന്നതിന് ഇന്ന പേന വേണം അങ്ങനെയൊക്കെ. കുറച്ച് നാളത്തേക്ക് വേണേൽ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പേനയൊക്കെ വെച്ച് എഴുതണമെങ്കിൽ അങ്ങനെ കൊണ്ടുവന്ന് എഴുതാം. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങളങ്ങനെ കൊണ്ടുവരാൻ നോക്കുക. പിന്നെ യൂണിഫോം ഐറ്റംസൊക്കെ നിങ്ങൾ ചോദിക്കുക. നിങ്ങൾ പോകുന്ന കമ്പനീസ് അല്ലെങ്കിൽ സ്കൂളിലൊക്കെ ചോദിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും യൂണിഫോം എസെൻഷ്യൽസ് ആയിട്ട് എന്തെങ്കിലും കൊണ്ടുവരണമെന്ന് ചോദിക്കുക. എന്തെങ്കിലും പ്രത്യേകം കളർ കോഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ രീതിക്ക് അനുസരിച്ച് നമുക്കപ്പോൾ മേടിക്കാമല്ലോ. അവിടെ ചെന്ന് പിന്നെ അതിന് വേണ്ടി നടക്കേണ്ട ആവശ്യം വരത്തില്ല. അപ്പം അത് ശ്രദ്ധിക്കുക. പിന്നെ അത്യാവശ്യമായിട്ട് നല്ലൊരു ഫയല് മേടിക്കുക. നമ്മുടെ ഇവിടെ വന്നിട്ട് കുറേ നമുക്ക് പേപ്പേഴ്സൊക്കെ കിട്ടും. ഇവിടെ എല്ലാം പേപ്പർ വഴിയാണ്. അല്ല, ഈ ഓൺലൈനേക്കാൾ കൂടുതൽ ഇവിടെ എല്ലാം പേപ്പേഴ്സാണ്. ഇവരെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഡേറ്റാസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്ന പേപ്പറാണ്. സോ അപ്പോൾ നമ്മൾ നല്ലൊരു ഫയൽ മേടിക്കുക. ഇവിടെ എപ്പോഴും പോസ്റ്റലാണ് സംഭവങ്ങളൊക്കെ. ഇപ്പം ഞാനാണെങ്കിൽ ഇപ്പം റാത്ത് ഹൗസിൽ പോയിട്ട് സ്റ്റോയർ ഐ ഡിക്ക് അപ്ലൈ ചെയ്തു. എല്ലാം ഞങ്ങൾക്ക് പോസ്റ്റലായിട്ടാണ് വന്നത്. അല്ലാതെ ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിലെ കൂട്ട് എല്ലാം ഇപ്പം ഓൺലൈൻ ഒന്നുമല്ല. ഇവിടെ എപ്പോഴും പോസ്റ്റൽ ഐറ്റംസൊക്കെയാണ് കൂടുതലും. പിന്നെ നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് എല്ലാം കൊണ്ടുവരണം. അതെല്ലാം സൂക്ഷിക്കുകയും വേണം. ഓക്കെ. പിന്നെ അതുകൂടാതെ നമ്മളുടെ സർട്ടിഫിക്കറ്റ്സിൻ്റെ എല്ലാം കോപ്പീസ് എടുക്കുന്നത് നല്ലതാണ്. പിന്നെ നമുക്ക് ജർമ്മനിയിൽ നിന്ന് കിട്ടിയ കുറേ കോൺട്രാക്റ്റും പേപ്പേഴ്സും ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം 2-3 കോപ്പി എടുത്ത് വെക്കണം. അതും കൂടാതെ ബയോമെട്രിക് ഫോട്ടോസ് ഉണ്ട്. നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്തപ്പം അതും വെച്ചായിരുന്നു. സോ അതും ഒരു 2-3-4 കോപ്പീസ് എടുത്ത് വെക്കണം. അത് ഇവിടെ നല്ല ഉപയോഗമുള്ള സാധനമാണ്. പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ സെപ്പറേറ്റ് ആക്കി വെക്കാൻ കുഞ്ഞു പൗച്ചുകൾ മേടിക്കുന്നത് നല്ലതായിരിക്കും. ഇറ്റ്സ് ഗുഡ് ഫോർ അസ്. പിന്നെ ഹാൻഡ് ബാഗായിട്ട് ചെറിയൊരു ബാഗ് കരുതിയിട്ട് അതിനകത്ത് ഒരു പാസ്പോർട്ട്, വിസ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതിൽ പിന്നെ പാസ്പോർട്ടിൻ്റെ വിസയുടെയും ഒരു കോപ്പിയും കൂടെ എടുത്ത് വെക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഇവിടെ ടോയ്ലറ്റിൽ യൂസ് ചെയ്യുന്നത് പേപ്പറാണ്. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് വന്നേക്കാം. അപ്പോൾ ഞാനിങ്ങനെ റീൽസിലൊക്കെ ഒരു സംഭവം കണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ബോട്ടിൽ പോലുള്ള സാധനം, അതിലിങ്ങനെ സ്പ്രേ ചെയ്യാൻ പറ്റുന്ന അത് നമ്മൾ മേടിച്ചുകൊണ്ട് വന്നാൽ വളരെ നല്ലതായിരിക്കും.
ഗൈസ് നിങ്ങൾ ഞാൻ പറ്റുവാണെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ എവിടെന്നെങ്കിലും തപ്പി ഞാൻ കണ്ടുപിടിച്ച് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അല്ലെങ്കിൽ നിങ്ങളൊന്ന് അന്വേഷിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും. പക്ഷേ ഒന്നാമത്തെ കാര്യം നമ്മൾ ഇങ്ങോട്ട് വരുമ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെ വരുമ്പം ഇവിടമായിട്ട് അഡ്ജസ്റ്റ് ആവാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മൾ എന്തിനാ വെറുതെ ഒരു ടെൻഷൻ എടുത്ത് തലയിലെടുത്ത് വെക്കണേ? റേറ്റ് കുറച്ച് അല്പം സ്വല്പം കൂടുതലും ഒക്കെ ആയിരിക്കും. പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും അത്യാവശ്യം വൊക്കാബൊക്കെ ഒന്ന് നോക്കിയിട്ട് ഒന്നുകൂടെ വരുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ മിക്കവരും ഇങ്ങോട്ട് വരുന്ന മിക്ക ആൾക്കാരും എക്സാം കഴിഞ്ഞ് പാസ്സായി ഉടനെ കയറി വരുന്നവരായിരിക്കത്തില്ല. അവരുടെ ലാംഗ്വേജൊക്കെ ചെറുതായിട്ട് ടച്ച് വിട്ട് പോയിരിക്കുന്നതായിരിക്കും എന്നെപ്പോലെ. സോ ഗൈസ് നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും വൊക്കാബൊക്കെ അത്യാവശ്യം എസെൻഷ്യൽ ആയിട്ടുള്ള വേർഡ്സൊക്കെ ഉണ്ടല്ലോ. നമ്മളിപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോകാനാണെങ്കിലും ട്രെയിൻ സ്റ്റേഷനിൽ പോകാനാണെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ പോകാനാണെങ്കിലും എന്താണ് എവിടെ നമുക്ക് അത്യാവശ്യം കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വേർഡ്സും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് വരിക. അല്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നിങ്ങൾ ക്യാഷ് യൂറോയിലേക്ക് മാറ്റിയിട്ട് കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. അല്ലാതെ എയർപോർട്ടിൽ ചെന്നിട്ട് ചേഞ്ച് ചെയ്യാമെന്നോ അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ചേഞ്ച് ചെയ്യാമെന്നോ അങ്ങനെ നോക്കിയിരിക്കേണ്ട. കാരണം നാട്ടിൽ നിന്ന് തന്നെ ചേഞ്ച് ചെയ്യുക. അതിൻ്റെ മണി വാല്യൂസ് എന്തൊക്കെയോ മാറ്റമുണ്ട്. അത് കുറച്ചൊക്കെ കിട്ടത്തുള്ളൂ എയർപോർട്ടിലൊക്കെ ചേഞ്ച് ചെയ്യുവാണെങ്കിൽ. സോ നിങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ എവിടെയെങ്കിലും പോയി മാറുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ അത്യാവശ്യം കോയിൻസ് കരുതുക. യൂറോസ് കോയിൻസ് ഉണ്ടല്ലോ, 1 യൂറോ 2 യൂറോ കോയിൻസൊക്കെ ഇന്ത്യൻ മണി ഇങ്ങോട്ട് യൂറോയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പം കോയിൻസ് കൂടെ മേടിക്കാൻ നോക്കുക. കാരണം ഇവിടെ എയർപോർട്ടിലൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ലഗേജ് തന്നെ ക്യാരി ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് ട്രോളി എടുക്കണമെങ്കിൽ 1-2 യൂറോ ഒക്കെ അതിനകത്ത് ഇടേണ്ടി വരും. അതുകൂടാതെ നമുക്ക് സൂപ്പർ മാർക്കറ്റിലാണെങ്കിലും ട്രോളി എടുക്കാനൊക്കെ ഈ കോയിൻസിൻ്റെ ആവശ്യം വരും. അപ്പം കോയിൻസ് ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഏകദേശം ശ്രദ്ധിക്കാനായിട്ട്. ഇത്രയെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം വരുമ്പോഴത്തേക്ക്. സോ ഞാനിപ്പോൾ വളരെ ചുരുക്കിയാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. എല്ലാ സാധനങ്ങളുടെയും പേരൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ അത് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം എന്തൊക്കെയാണ് വേണ്ടതെന്ന്. അത്യാവശ്യം ഐറ്റംസ് എസെൻഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളുടെയൊക്കെ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ അതും നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഗായ്സ്, ബൈ. ഒരു കാര്യം മറന്നുപോയി പറയാൻ ഗായ്സ്, എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, താഴെയുള്ള ബെല്ലൈക്കൺ നിൽക്കണം. ഓക്കെ, ബൈ.